ഹലോ. ഹലോ. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും സ്വപ്നം കാണാല്ലേ? മിസ്റ്റർ പണിക്കർക്ക് നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അതല്ല, ഞാൻ എന്റെ ബോസിന്റെ കൂടെ വഴികാട്ടിയായി വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഡെപ്പോസിറ്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്രകാശിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ലല്ലോ. എന്താ ആഹാരം കഴിക്കാത്ത? നല്ല സുഖം തോന്നുന്നില്ല, ഒരു പനിയുടെ ലക്ഷണം. നല്ല ചൂടുണ്ടല്ലോ. ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ചില്ലേ? കാർ എടുത്ത് പുറപ്പെട്ടതിന് ശേഷമാണ് ചെറിയ കുളിരും വിറയിലും ഒക്കെ തോന്നിയത്. ബോസ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മഴ പെയ്തേക്കും തോന്നുന്നു. പ്രകാശ്, എന്താ സർ? നമുക്ക് നാളെ 2 ഫാക്ടറികളിലും പോകണം. ഐ വോണ്ട് ടു ടോക്ക് ദം പേഴ്സണലി. ശരി സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണെന്ന് അറിയില്ല, വണ്ടി നിന്നുപോയി. നല്ല ആള് തന്നെ. പനിയുമായിട്ട് മഴ നനയുന്നോ? വരൂ, എന്നെ കാറിപ്പോ. സാരമില്ല, മിസ്സസ് രേണു പൊയ്ക്കോളൂ, ഇത് ശരിയായിക്കോളും. ആകെ നനഞ്ഞു. ടൈഫോയിഡ് ആയിരുന്ന ഭാഗ്യം. വരൂ, ഞാൻ ഉണ്ടാക്കാം. വരൂ നീ. വല്ല കാര്യം ഉണ്ടായിരുന്നു. വരൂ, തല തോർത്തിട്ട് 2 ടാബ്ലറ്റ്സും കഴിച്ചിട്ട് പോവാം. ഇപ്പൊ തന്നെ വളരെ വൈകി. മഴ അല്പം ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വരൂ, വരൂ നീ. മുത്തശ്ശിക്ക് ആഹാരം കൊടുത്തല്ലോ അല്ലേ? 8 മണിക്ക് ഉറങ്ങി. ഞാൻ ഭക്ഷണം കഴിച്ചാണ്. നീ കഴിച്ച് കിടന്നോളൂ. വേഗം തല തോർത്തിക്കോളൂ. വെള്ളം തലയിൽ താണിട്ടുണ്ടാവും. ഈ നനഞ്ഞ ഡ്രസ്സൊന്ന് മാറ്റിക്കോളൂ. അതാണ് ബാത്റൂം. ഇത് പാകമാകുമെന്നറിയില്ല. ഏതായാലും പനിയായിട്ട് ഈറനിടണ്ട. മഴ ഇപ്പോഴൊന്നും നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ല. പ്രകാശ് ഒന്നും കഴിച്ചതല്ലോ. ടെമ്പറേച്ചർ ഉള്ളപ്പോൾ ഞാൻ ഒന്നും കഴിക്കാറില്ല. ബിസ്ക്കറ്റ്സ് എടുക്കാം. ഈ ടാബ്ലറ്റ്സും കഴിക്കൂ. കുടിക്കാൻ ഹോട്ടായിട്ട് എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ ഒരു ഹാബിറ്റായിട്ട് ഡ്രിങ്ക്സ് കഴിക്കാറില്ല. വല്ലപ്പോഴും പാർട്ടിയിലോ മറ്റോ. ഒരു കാര്യം ചെയ്യാം, നെപ്പോളിയൻ ബ്രാൻഡി ഇരിപ്പുണ്ട്. ആ ടാബ്ലറ്റ്സും അല്പം ബ്രാൻഡിയും കഴിച്ചാൽ നേരം വെളുക്കുമ്പോഴേക്കും പനി വിട്ടുമാറും. കഴിക്കൂ. പനി പിടിച്ചാ ഇതാണ് എന്റെ മരുന്ന്.
അല്പം കൂടിയാകാം. വേണ്ട. ശരീരത്തിന്റെ വേദന മാറും. ഒന്നും അറിയാതെ ഉറങ്ങിക്കോളും. വരൂ. ക്ഷീണം തോന്നുമെങ്കിൽ കുറച്ചേരി കിടന്നോളൂ. നല്ല ക്ഷീണമുണ്ട്. കിടന്നോളൂ. ഞാൻ കാപ്പി കൊണ്ടുവരാം. നോ, എനിക്ക് പോണം. എനിക്ക് ഉടനെ പോണം. ഡ്രസ്സ് നനഞ്ഞു കുതിർന്ന് മണ്ണും പൊടിയും പറ്റിക്കിടക്കുമായിരുന്നു. വേലക്കാരി പെണ്ണ് അത് വാഷിങ്ങിന് കൊണ്ടുപോയി. ഞാൻ പോകുന്നു. അതും ഇതും ആലോചിച്ച് വിഷമിക്കരുത്. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഏതായാലും പനി കുറഞ്ഞു. രാവിലെ 6 മണിക്ക് വന്ന് കാളിംഗ് ബെല്ലടിച്ച് സാറിനെ ഉണർത്തണമെന്ന് പറഞ്ഞാ ചേച്ചി പോയത്. ഞാൻ പരപരാ വെളുത്തപ്പം വന്നതാ. അയ്യോ, ഗ്യാസ് മണക്കുന്നല്ലോ. സാറേ, ഗ്യാസ് ഓഫ് ചെയ്താണോ പോയത്? സിലിണ്ടറിലെ ഗ്യാസ് മുഴുവൻ തീർന്നു കാണും. രാധയില്ലാത്തപ്പോ ഗ്യാസ് സ്റ്റവ് കത്തിക്കരുത്. അഥവാ കത്തിച്ചാൽ സിലിണ്ടർ ഓഫ് ചെയ്യാൻ മറക്കരുത്. കുളി കഴിഞ്ഞാൽ ഉടനെ ഹീറ്റർ ഓഫ് ചെയ്യണം. ലവ് ബേഴ്സിനും നായ്ക്കുട്ടിക്കും ആഹാരം കൊടുക്കണം.
ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ? എനിക്കല്പം പൊടിയരിക്കഞ്ഞി മതി. ഉടനെ വേണം. ബാങ്കിൽ നിന്ന് നേരത്തെ എത്തേണ്ടതാണ്. സാറിന് എന്തോ പറ്റിയ ലക്ഷണമുണ്ടല്ലോ. എന്റെ കാറ് കേടായി. പിന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ തങ്ങി. മോനെ, ഇത് അപ്പൂപ്പന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കേ. എന്തൊക്കെ പറഞ്ഞാലും പ്രകാശിന്റെ അഭാവം ഒരു പോരായ്മ തന്നെയാ, സംശയമില്ല. ഒരു മകള് മാത്രമുള്ള കുടുംബത്തില് മരുമകന് മകന്റെ സ്ഥാനല്ലേ? ഭാര്യയുടെ അച്ഛന്റെ 60-ാം പിറന്നാളിന് വരാതിരിക്കാൻ മാത്രം അവൻ അവിടെ എന്താ ഇത്ര ജോലി? ബാങ്കിലെ കാര്യം അപ്പച്ചിക്ക് അറിയാഞ്ഞിട്ടാ. പരിശോധന സമയത്ത് മാനേജർ അവിടെ ഉണ്ടായേ പറ്റൂ. ഈ ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ആള് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലല്ലോ. അതുകളാ. എന്താ ഇങ്ങനെ പറയുന്നത്? നമ്മളോട് ഇന്ന് വരെ പ്രകാശ് ഒരു മകനെ പോലെയല്ലേ പെരുമാറാറുള്ളത്? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ തീർച്ചയായും വന്നേനെ. ഹലോ, ഞാനാ. എന്താ ശബ്ദമല്ലാതിരിക്കുന്നേ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? പനിയോ? പനിയുണ്ടെങ്കിൽ കുളിക്കല്ലേ? പ്രകാശേട്ടന്റെ ഫോണാ. അച്ഛന് വല്ലാത്ത പരിഭവം. വരാത്തോണ്ട് എല്ലാരും പിണങ്ങിയിരിക്കുക. അച്ഛന്റെ കയ്യിൽ കൊടുക്കൂ, ഞാൻ സംസാരിക്കാം. കൊടുക്കാം. പ്രകാശേട്ടന് അച്ഛനോട് സംസാരിക്കണം. എനിക്ക് അച്ഛനോട് സംസാരിക്കണം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി. ദേ ഇപ്പൊ പനിയായിട്ട് കൂടി ഞാൻ ജോലിക്ക് പോവുക. എനിക്ക് യാതൊരു പരിഭവമില്ല. ഡ്യൂട്ടി കംസ് ഫസ്റ്റ്, ബാക്കിയെല്ലാം പിന്നെ. ആ, ഉണ്ണീസുമതി വന്നല്ലോ, അത് തന്നെ ധാരാളം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഹലോ അച്ഛാ, ഞാനാ മാല അപ്പൂപ്പന്റെ കഴുത്തിലിട്ടത്. അച്ഛൻ എന്ത് കഴിച്ചു? അച്ഛൻ പൊടിയേരി കഞ്ഞി കുടിച്ചു. മോൻ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അമ്മ എടുത്തു കൊടുക്ക്. ഹലോ, എന്തായാലും അധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. റീജിയണൽ മാനേജറോട് കാര്യം പറയണം. എന്തായാലും മൂക്കി എത്തുവോ? ആ, പിന്നൊരു കാര്യം, എനിക്കിവിടെ ഒരാഴ്ച നിൽക്കേണ്ടി വരും. അച്ഛൻ എന്റെ പേരിൽ ഒരു വസ്തു എഴുതിക്കുന്നു. നിൽക്കാമെന്ന് പറയട്ടെ? ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്തെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് സൂക്കേട് വരുത്തി വെച്ചു. ഇനി അങ്ങോട്ട് ചെല്ലുന്നവരെ എനിക്കൊരു മനസ്സമാധാനമില്ല. സാരമില്ല മോളെ, വെറും പനിയല്ലേ. ഏതായാലും നീ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോയാ മതി. ഗുഡ് മോർണിംഗ് മിസസ് രേണുക. കുറച്ചു നേരമായി കാത്തിരിക്കുന്നു. ഞാൻ വാക്ക് പാലിക്കാൻ വന്നതാണ്. ഇതാ 10 ലക്ഷത്തിന്റെ ചെക്ക്. ഫോം എല്ലാം ഞാൻ പൂരിപ്പിച്ചു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ചെക്ക് നേരിട്ട് മിസ്റ്റർ പ്രകാശിനെ ഏൽപ്പിക്കണമെന്ന് മിസസ് രേണുകയ്ക്ക് ഒരേ നിർബന്ധം. താങ്ക് യു. എന്താ ഒന്ന് പുഞ്ചിരിക്കാൻ കൂടി മറന്ന പോലെ? ഐ എം സോറി. ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ രണ്ടുപേരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. സാറി ഓവർ റൈറ്റിംഗ്. സാരമില്ലല്ലേ സാർ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രകാശ്. ഞാൻ അല്പം വൈകി. നമുക്ക് ഇറങ്ങാൻ പോണ്ടേ? ഞാൻ റെഡിയാണ് സാർ. യു ഫിനിഷ് യുവർ ജോബ്. ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യമാണ്. ഇറ്റ്സ് ഓവർ. ഇറ്റ്സ് നോട്ട് ഓവർ. ഞാൻ വീണ്ടും വരാം.